ഗുഡ് മോർണിംഗ് എവരിവൺ. കഴിഞ്ഞ കുറച്ച് PSC എക്സാമുകളിൽ തുടർച്ചയായി ചോദ്യങ്ങൾ വരുന്ന 99 മുതൽ 106 വരെയുള്ള ഭരണഘടനാ ഭേദഗതികൾ നമുക്കൊരു 3 മിനിറ്റ് കൊണ്ട് പഠിച്ചാലോ? 99ാമത്തെ ഭരണഘടനാ ഭേദഗതി നാഷണൽ ജുഡീഷ്യൽ അപ്പോയിൻമെൻറ്റ്സ് കമ്മീഷനെ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള കൊളീജിയം സിസ്റ്റത്തിനെ റീപ്ലേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഭരണഘടനാ ഭേദഗതിയായിരുന്നു. പക്ഷേ ഈ ഭരണഘടനാ ഭേദഗതി സുപ്രീം കോടതി അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് തള്ളുകയാണ് ഉണ്ടായത്. 100ാമത് ഭരണഘടനാ ഭേദഗതി ഇന്ത്യ ബംഗ്ലാദേശ് ലാൻഡ് ബൗണ്ടറി എഗ്രിമെൻ്റ് ആയിരുന്നു. അതായത് ചില എൻക്ലേവുകൾ പരസ്പരം നമ്മൾ വെച്ച് കൈമാറുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. 1ാമത്തെ ഷെഡ്യൂളിൽ ഈ ഒരു അമെൻമെൻറ്റ് എന്ത് ചെയ്തു കൊണ്ടുവരികയുണ്ടായി. 101ാമത്തെ ഭരണഘടനാ ഭേദഗതി ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് GST കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഭരണഘടനാ ഭേദഗതിയായിരുന്നു. 279A എന്ന് പറയുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആർട്ടിക്കിൾ, GST കൗൺസിലുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ഇവിടെ നിങ്ങൾ പ്രത്യേകം ഓർക്കുക. 2017 ജൂലൈ 1-ാം തീയതി മുതലാണ് ഈ GST റെജിം നിലവിൽ വന്നത് എന്ന ആ ഡേറ്റും പരീക്ഷകളിൽ തുടർച്ചയായി ചോദിച്ചിട്ട് നമ്മൾ കണ്ടിട്ടുള്ളൊരു കാര്യമാണ്. 102ാമത് ഭരണഘടനാ ഭേദഗതി ആണ് കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റാറ്റസ് കൊടുക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസസിന് കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റാറ്റസ് കൊടുത്തിട്ടുണ്ടായിരുന്ന ഒരു ഭരണഘടനാ ഭേദഗതി. 338B എന്ന് പറയുന്ന പുതിയതായിട്ടുള്ള ഒരു ആർട്ടിക്കിൾ ഇവിടെ ഉൾപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇനി 103ാമത്തെ ഭരണഘടനാ ഭേദഗതി എന്തായിരുന്നു? എക്കണോമിക്കലി വീക്കർ സെക്ഷൻസ് ആയിട്ടുള്ള വിഭാഗങ്ങൾക്ക് 10% റിസർവേഷൻ കൊടുക്കുകയാണ്. എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഏരിയയിലും എംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്ന ഏരിയയിലും. അതുകൊണ്ട് തന്നെ 15ാമത്തെ ആർട്ടിക്കിളും 16ാമത്തെ ആർട്ടിക്കിളും ഇവിടെ അമെൻഡ് ചെയ്യപ്പെടുകയുണ്ടായി എന്ന് പ്രത്യേകം ഓർക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി 104ാമത്തെ അമെൻമെൻറ്റ് എന്തായിരുന്നു? 104ാമത് അമെൻമെൻ്റ് ആണ് SC/ST കമ്മ്യൂണിറ്റികൾക്ക് ലോക്സഭയിലും സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലികളിലുമുള്ള റിസർവേഷൻ ഒരു 10 വർഷത്തേക്ക് കൂടി എന്ത് ചെയ്യുകയാണ്? നീട്ടുകയാണ്. 2030 വരെ നീട്ടിയ അമെൻമെൻ്റ് ആയിരുന്നു ഇത്. ഈ അമെൻമെൻറ്റിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണ്? ആംഗ്ലോ ഇന്ത്യൻ കമ്മ്യൂണിറ്റിക്ക് ഇതുപോലെ ഉണ്ടായിരുന്ന ഒരു റിസർവേഷൻ പിന്നീട് നീട്ടിയില്ല, അത് അവസാനിപ്പിക്കുകയും ചെയ്തത് അതുകൊണ്ട് തന്നെ 104ാമത്തെ അമെൻമെൻറ്റോട് കൂടിയിട്ടാണ് എന്ന് നമ്മൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. 105ാമത്തെ അമെൻമെൻറ്റ് OBC കമ്മ്യൂണിറ്റികളിൽ റിസർവേഷൻ അർഹരായിട്ടുള്ള കമ്മ്യൂണിറ്റികൾ ഏതെല്ലാം എന്ന് തിരിച്ചറിയാനുള്ള അധികാരം സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾക്ക് തിരിച്ചു കൊടുക്കപ്പെട്ട ഒരു അമെൻമെൻ്റ് ആയിരുന്നു. സുപ്രീം കോടതി എന്ത് ചെയ്തിരുന്നു? ഇങ്ങനെ OBC കമ്മ്യൂണിറ്റിയിൽ റിസർവേഷൻ അധികാരമുള്ളത് കേന്ദ്ര ഗവൺമെൻറ്റിന് മാത്രമാണ് തീരുമാനിക്കാൻ പറ്റുക എന്ന് സുപ്രീം കോടതി മാറ്റിയിരുന്നു. അത് തിരിച്ച് സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾക്ക് ഈ അധികാരം തിരിച്ചു കൊടുത്തത് 105ാമത്തെ അമെൻമെൻറ്റോട് കൂടിയിട്ട് ആണ്. 106ാമത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് സ്ത്രീകൾക്ക് 1/3 റിസർവേഷൻ ലോക്സഭയിലും സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലും ഡൽഹി അസംബ്ലിയിലും ലഭ്യമാക്കിയത്. 330A, 332A, 334A എന്നീ ആർട്ടിക്കിളുകളാണ് പുതിയതായിട്ട് ഇവിടെ ഉൾപ്പെടുത്തപ്പെട്ടത്.